എപ്പോഴെങ്കിലും വിളിച്ചാൽ കിട്ടുക, ഒരിക്കലും വിളിച്ചാൽ കിട്ടില്ല. ടിക്കിൻ്റെ അടിയിലാണ് ബാഗ് വെക്കുക. ഫോണ് എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് ജസ്ലി. എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് ജസ്ലി. നമ്മളിപ്പോൾ എത്ര കൊല്ലമായിട്ടുണ്ടോ ഇവിടെ പരിചയപ്പെട്ടിട്ട്? 20 കൊല്ല 20 നമ്മളിപ്പോൾ ഒരു 5 വർഷമായി കട്ടൊക്കെ ഒരുമിച്ചിട്ടുണ്ട്. എല്ലാം കറക്റ്റ് എല്ലാത്തിനും ഒന്നിച്ചിട്ടുണ്ട്. പിന്നെ നമ്മളെപ്പം ബർത്ത്ഡേ പാർട്ടി ഇവിടെ തന്നെ ആയിരിക്കും, എവിടെയെങ്കിലും ആയിരിക്കും. നമ്മൾ ഒറ്റക്കായിരിക്കും, എപ്പോഴും നമ്മൾ ഒറ്റക്കായിരിക്കും. പിന്നെന്താ പറയണ്ടേ? പിന്നെന്താ, എൻ്റെ ഫ്രണ്ടല്ല, എൻ്റെ ഒരു സിസ്റ്ററും കൂടിയാണേ. ഫ്രണ്ടിൻ്റെ അതിനേക്കാൾ കൂടുതൽ അനിയത്തിയാണ്. പിന്നെന്നാ എന്നെ കൊണ്ടൊന്നും പറയണ്ട, ഒന്ന് പൊട്ടി പറഞ്ഞു. എൻ്റെ ചേച്ചിയാണ്, എൻ്റെ മെൻഡറാണ്, എൻ്റെ ബെസ്റ്റ് സപ്പോർട്ടറാണ്. പിന്നെന്താ, എന്ത് പ്രശ്നം വന്നു കഴിഞ്ഞാലും എന്ത് തിരുത്തരാണെങ്കിലും ചോദിക്കാം, പറയാം. ഡയറി. യെസ്, ഞാനൊരു തുറന്ന പുസ്തകം ഇവരെടുത്താണ്. പിന്നെ അടികളുണ്ടാവാറുണ്ട്, സ്വാഭാവികം. എൻ്റെ അടിയിട്ട് പെട്ടെന്ന് തന്നെ സെറ്റാവും. പിന്നെ അങ്ങനെ കുറേ നമുക്ക് ഒരാളെ കൊണ്ട് കുറേ പറയണ്ടേ, നമുക്ക് വാക്കുകൾ കിട്ടൂലല്ലോ. അതുപോലെ ഇവളെ കൊണ്ട് പറയാന്ന് വെച്ചാൽ ഒരുപാട് കാര്യമുള്ളതുകൊണ്ട് പ്രധാനപ്പെട്ട തെണ്ടിത്തരങ്ങൾ സപ്പോർട്ട് ചെയ്യുന്ന ഒരാളെന്നുള്ള രീതിയിൽ അത്രേ പറയാൻ പറ്റും. വേറെ നമ്മളെപ്പോൾ ഒന്നിച്ച് തന്നെയായിരിക്കും, വീട് അടുത്തടുത്ത് തന്നെയാണ്. ഒന്നിച്ചാകുന്നത് കൊണ്ടുള്ള എല്ലാ പ്രശ്നങ്ങളും. 2 മക്കളാണ്, അവരും ഫ്രണ്ട്സാണ്. അവർ ഒരേ ഏജാണ്, അവർ ഒരേ സ്കൂളാണ്, അവർ ഫ്രണ്ട്സാണ്. സത്യം പറഞ്ഞാൽ അവർ വഴിയാണ് നമ്മൾ ഫ്രണ്ട്സ് ആകുന്നത്. ഇവളെ മോളും എൻ്റെ മോളും ഫ്രണ്ട്സ് ആയത് കൊണ്ടാണ് നമ്മൾ ഫ്രണ്ട്സ് ആകുന്നത്. അപ്പം അവരെ ഒപ്പം തന്നെ അങ്ങനെ ഒരുപാട് വർഷം മരണം വരെ കുടി ഉണ്ടാവണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ്. ഓക്കെ, വായിച്ചിട്ടില്ല. നല്ലൊരു ഈവനിങ് ലച്ചി. വെറൈറ്റി ബർത്ത്ഡേ. നമ്മള് എൻ്റെ ബാഗ് പൊട്ടി. ഇത് ബാഗ് പൊട്ടിയിട്ട് കുറേ കാലമായി. ഒരു ബാഗ് വാങ്ങി സൈഡിലിട്ട് കഴിഞ്ഞാൽ എപ്പോഴെങ്കിലും വിളിച്ചാൽ കിട്ടുക, ഒരിക്കലും വിളിച്ചാൽ കിട്ടില്ല. ടിക്കിൻ്റെ അടിയിലാണ് ബാഗ് വെക്കുക. ഫോണ് ബാഗും വണ്ടീൻ്റെ അടിയിലാണ് വെക്കുക. ഒരിക്കലും വിളിച്ചാൽ കിട്ടില്ല. ആ സങ്കടം കൊണ്ട് മനസ്സറിഞ്ഞ് വാങ്ങി കൊടുക്കുകയാണ്. സൈഡിൽ ഇട്ടോട്ടെ വിചാരിച്ചിട്ട് ഇനി വിളിച്ചെടുത്തോളണം. ഇത് വായിക്കും, എല്ലാവരും പേര് വായിക്കണേ. ഹസ്ബൻഡിൻ്റെ കേട്ടോ, അതുകൊണ്ട് അതിന് ആകൃതിക്ക് ഒരു വ്യത്യാസം. അത്രയും കൂടെ എടുക്കായിരുന്നല്ലേ. നെയിലിൻ്റെ പ്രൊഡക്റ്റ് എല്ലാം നിർത്തി വെച്ചി. സംശയം ഇരുമ്പിൻ്റെ ഓർഡർ കൊടുത്തിന്, പക്ഷെ റബ്ബറാ കിട്ടി. മാസത്തിൽ 2 ചെരുപ്പ് അത്യാവശ്യമാണ്. പെട്ടെന്ന് ഈ തുറന്നിട്ട് പറയാം ആരതാണ്. ഭഗവാനെ ചേച്ചി, എന്നെ കൊണ്ട് അത്ര വലിയ കഴിവില്ല, നിങ്ങൾക്ക് അറിയാലോ. പാക്ക് ചെയ്ത് പാവം. നമുക്ക് ഒരു പ്രശ്നമില്ലാത്തൊരു സംഭവം ചേച്ചി ചിന്തിച്ചു. അത് തുറന്നാലേ എനിക്കറിയാൻ പറ്റും.
ആന. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇഷ്ടപ്പെട്ടെന്ന് പറയാവേ. തീർച്ചയായും ഞാനിങ്ങനെ ഏത് പാട്ടിന് എടുക്കണോ? താങ്ക് യു വിത്ത് ഷോള്. താങ്ക് യു. കുറെ പൊട്ടിച്ചല്ലോ പ്രാവശ്യം. അടുത്ത പ്രാവശ്യം പിടിച്ചെടുക്കാം. ഇനി അടുത്ത അമ്പലത്തിൽ പോയി ചേട്ടിച്ച ഇത് വെച്ചിട്ട് സിസ്റ്റർ. ഇത് സിസ്റ്റർ ആരാ? അന്തേച്ചിയാ? ആ, ഓ മൈ ഗോഡ്, അന്തേച്ചിയോ? ഖത്തറിന്ന് വരെ സാധനം വന്നിട്ടുണ്ട് കേട്ടോ. വിചാരിച്ചെല്ലാം ഞാൻ കൊടുത്തു വരെ ചിക്കൻ. എല്ലാം വാങ്ങിയത് ഞാനാണ്. രാവിലെ വിളിച്ചിട്ട് പറയാ പോയിട്ട് വാങ്ങിട്ട് വന്നു. തിരുമഴയത്ത് പോയി അത് ആണോ? നല്ല സ്പീഡാക്കിയിട്ട് ഒന്ന് ഒഴിവാക്കി കളയണം. കാരണം ഭയങ്കര ബോറായിരിക്കുന്നു കാണുന്ന ആൾക്കാർക്ക്. നമുക്ക് സന്തോഷമുണ്ടാവും. ഇനി ഒരു സർപ്രൈസ് ഗിഫ്റ്റ് ആണ് വേണ്ടോ? ആരായിരിക്കും ഒന്ന് ഗസ്റ്റ് ചെയ്യും. ഇതാരാന്ന് ഒന്ന് ഗസ്റ്റ് ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഒരാളാണ്. താങ്ക് യു സോ മച്ച് ഡാ. അന്ന് എനിക്ക് ഗൂഗിൾ പേ അയച്ചു തന്നില്ലേ? ആ നമ്പറിൽ ഓ സോ സ്വീറ്റ്. താങ്ക് യു ഡാ, താങ്ക് യു. അവൻ അയച്ചു കൊടുത്തില്ല. ഫോട്ടോ അയച്ചു കൊടുക്കാൻ പറ്റിയില്ല. അവൻ ഇങ്ങനെ കണ്ടോട്ട്. ഇതെല്ലാം എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്ന ഗിഫ്റ്റാണ്. പക്ഷെ ഇതെനിക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റാത്തൊരാളെടുക്കുന്ന ഗിഫ്റ്റാണ്. താങ്ക് യു. വെൽക്കം. ഇനി കേക്ക് നമുക്ക് പിള്ളേർക്കെല്ലാം കൊടുക്കാം. മക്കളുടെ